ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ജർമ്മനിയിൽ ഞാൻ ചെയ്യുന്ന ജോലിനെ പറ്റിയാണ്. ആക്ച്വലി ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ DM-ൽ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യനാണ്, ഞാനിവിടെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ആദ്യമൊക്കെ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. ആദ്യം ഉത്തരമില്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ഈ ജോലി എന്നുള്ളതിനുള്ള ഉത്തരം ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഓക്കെ, കം ടു ദ പോയിന്റ്. എന്താണ് ഞാനിവിടെ ചെയ്യുന്നത്? ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഈ ചെറിയ കാലയളവിനിടയിൽ എൻ്റെ രണ്ടാമത്തെ ജോലിയാണിത്. 2 ജോലികളും സെയിം സ്ട്രീമാണ്. വെയർ ഹൗസ്. വന്നൊരു മാസം തികയുമ്പോഴേക്കും എനിക്കിവിടെ ജോലി കിട്ടി. ആദ്യ ജോലി DHLലെ വെയർ ഹൗസിലായിരുന്നു. നമ്മൾ ഒട്ടുമിക്കവർക്കും DHL വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. വരുന്നതിന് മുമ്പ് തൊട്ട് എനിക്കറിയാം. എനിക്ക് ഈ ജോലി ഇവിടെ കിട്ടിയത് ഒരു ജോബ് കൺസൾട്ടിങ് ഏജൻസി ത്രൂ ആണ്. അവരുടെ പേര് അഡേക്കോ എന്നാണ്. ഇവിടെ വരുന്നത് വരെ എന്ത് ജോലി കിട്ടും എന്നുള്ളതിനെ പറ്റിയുള്ള എക്സൈറ്റ്മെൻറ്റിനേക്കാളുപരി ജോലി എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം എന്നുള്ളൊരു ആവേശമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജോബ് ഏജൻസിനെ പറ്റിയും DHLനെ പറ്റിയും ഞാനിവിടെ വന്നപ്പോൾ മുതൽ കേൾക്കണതായതുകൊണ്ട് പരമാവധി അവിടെ ജോലി വാങ്ങിച്ചെടുക്കാൻ ഞാൻ നോക്കിയായിരുന്നു. കാരണം അവിടെ നൈറ്റ് ഷിഫ്റ്റിന് കൂടുതൽ പൈസ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ അവിടെ എങ്ങനെയെങ്കിലും ജോലി കിട്ടണമെന്ന് എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ പറഞ്ഞ അഡേക്കോ ഏജൻസിയിലേക്ക് എൻ്റെ കൂട്ടുകാരൻ നമ്പർ വഴി ഞാൻ വിളിച്ചു. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തു. അവർ പറഞ്ഞു ഒരു ദിവസം വന്ന് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറഞ്ഞു, എങ്ങനെയാണ് ജോലിയുടെ സ്വഭാവം എന്നൊക്കെ. അതൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ എന്നെ നൈറ്റ് ഷിഫ്റ്റിലോട്ടാണ് എടുത്തത്. നൈറ്റ് ഷിഫ്റ്റിലെടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞു, കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് മാക്സിമം ഒരു 8 ദിവസം എനിക്ക് വർക്കിന് പോകാൻ പറ്റുള്ളൂ. കാരണം ഈസ്റ്ററിൻ്റെ സമയത്താണ് നമ്മളെ DHL വെയർ ഹൗസിലേക്ക് എടുത്തത്. DHLൽ ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ ഒരു പീക്ക് ടൈം വരും. അപ്പോൾ അവിടേക്ക് ആ സമയത്ത് കൂടുതൽ ആൾക്കാർ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റുഡൻസിനെ കൂടുതൽ എടുക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയൊരു അവസരത്തിലാണ് നമ്മൾ പോയത്. പക്ഷേ കുറേ പേരെ അവർ പിരിച്ചുവിട്ടു, എന്നെയും അതോടൊപ്പം പിരിച്ചുവിട്ടു 8 ദിവസം കഴിഞ്ഞപ്പോൾ. പക്ഷേ വീണ്ടും അവർ എടുത്തിരുന്നു ആൾക്കാരെ. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക, അവരുടെ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാനോ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ തരാനോ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജോലി വെറും ഒരു കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് പോയി. പിന്നീട് കിട്ടിയ ജോലിക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഈ ജോലിയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെയർ ഹൗസിൽ തന്നെയാണ്. പക്ഷേ DHLനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ ജോലി കുറച്ചും കൂടിയും ലൈറ്റാണ്. അധികം പണി നമുക്ക് വരുന്നത്